നടരാജ മീറ്റിങ്ങിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഇവിടെ മീറ്റിംഗ് മാത്രം നോക്കിയാൽ മതിയാ, അത് കുടുംബകാര്യമൊക്കെ പിന്നെ ആര് നോക്കും? ആ ആ വൈകുന്നേരം കൂടാം. ഓ ആ ശരി ശരി. ഇവിടെ പറഞ്ഞല്ലേ ഫോൺ വെക്കുന്നീ ഒരു രീതി. ആ ഓ എന്തൊരു കഷ്ടമാണ് നോക്കണേ നടരാജനെ കൊണ്ട്. മീറ്റിംഗ് എന്നാ മീറ്റിങ്ങിന് എന്താണ് ചായയും ബിസ്ക്കറ്റും തിന്നാനാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പൊടിയൊക്കെ വീഴും. നല്ല രസമുള്ള സ്ഥലമല്ലേ ഇത് നോക്കി ഈ കളി കണക്കറിയാം. പണ്ട് ഞങ്ങള് നമ്മുടെ ആയിരുന്നു, അമ്മാവിന്റെ ഒരു ഇതിലുള്ളതായിരുന്നു. പക്ഷെ ശരിക്കും ഇത്രയും പറമ്പൊക്കെ ഉണ്ടെങ്കിൽ എന്ത് നല്ലതല്ലേ നമുക്ക്. അത് അമ്മാവൻ കൊടുത്തു അല്ലേ? ഒന്ന് ആലോചിച്ചോക്കെ, നമുക്ക് ഇങ്ങനെ കുറേ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തെങ്ങൊക്കെ വയ്ക്കാം, കുരുമുളകൊക്കെ. അതിനൊക്കെ അതിൻ്റെതായ സമയമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ മാതിരി അതിനുള്ള സമയമില്ലല്ലോ. ഞാൻ ഈ പാർട്ടി മീറ്റിങ്ങിന് തന്നെ സമയം കിട്ടുന്നില്ല. അല്ല നമുക്ക് കഴിക്കാമല്ലോ. ആയോടി കഴിക്കാനാവും ഇപ്പാവും. അയ്യോ നീ വീഴല്ല നീ. അല്ല ക്ലീറ്റ, നമുക്ക് ഇങ്ങനെ സ്ഥലമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നും മേടിക്കായിരുന്നു. കുറച്ച് സ്ഥലം തിരുവനന്തപുരത്ത് നിന്നല്ല, കുറച്ച് ദൂരോട്ട് മാറിയിട്ട് എവിടെയെങ്കിലും. അമ്മാവന്റെ കാലശേഷം ഇതൊക്കെ നമുക്കുള്ള തന്നെ. അത് ഇവിടെ എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല ക്ലീറ്റ. സത്യത്തിൽ എനിക്ക് തിരുവനന്തപുരം ഇഷ്ടമല്ല. അയ്യോ അതല്ലേ, നീ എവിടെ ഉദ്ദേശിക്കണേ? എനിക്ക് കുറച്ച് ഈ വടക്കോട്ട് നീങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടം. വടക്കോട്ട് എന്ന് പറയുമ്പം ഈ റബ്ബറൊക്കെ ഉള്ള സ്ഥലങ്ങൾ. കോട്ടയം, ഏറ്റുമാനൂര് വഴി പാല ഇങ്ങനെ കറങ്ങിയല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില ഇഷ്ടങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കണം സാഹചര്യങ്ങൾക്കനുസരിച്ചേ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമോ മോഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങ് മനസ്സിൽ നിന്ന് അങ്ങ് ഉപേക്ഷിച്ചോളണം കേട്ടോ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ്?